എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സെഷനാണ് എലിപ്സ് എന്നുള്ളത്. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ പാർട്ട് ബി സെഷനായിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എലിപ്സ്. അതിൽ തന്നെ 2-3 മെത്തേഡുകളായിട്ട് ചോദിക്കാറുണ്ട്. കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്, എക്സെൻട്രിസിറ്റി മെത്തേഡ്, ദെൻ റെക്ടാങ്കുലാർ മെത്തേഡ് എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കോൺസെൻട്രിക് സർക്കിൾ പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഈ ഒരു സെഷനിൽ ആദ്യം നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കറിയാം അല്ലെ, കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് പ്രകാരം എലിപ്സ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മേജർ ആക്സിസും മൈനർ ആക്സിസും ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ മേജർ ആക്സിസ് തന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത്, നമ്മൾ ഒരു പോയിന്റിനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു മേജർ ആക്സിസും മൈനർ ആക്സിസും വെച്ച് സർക്കിൾ വരയ്ക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പോയിന്റ് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സെൻട്രൽ ലൈന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഒരു പോയിന്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ആ പോയിന്റിന് പേര് കൊടുത്തു, ഒറിജിൻ O എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ഇനി ചെയ്യേണ്ടുന്ന കാര്യം, നമ്മുടെ മേജർ ആക്സിസ് എന്നുള്ളത് 100 mm ആണ് തന്നിട്ടുള്ളത്. ഈ 100 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 mm മേജർ ആക്സിസ് വരണം. അപ്പോൾ 50 mm അതിൻ്റെ റേഡിയസ് എടുത്തു. 50 mm റേഡിയസ് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഒരു കൺസ്ട്രക്ഷൻ സർക്കിൾ വരച്ചു. മേജർ ആക്സിസ് പ്രകാരം ഉള്ള ഒരു സർക്കിളാണ് ഞാൻ വരയ്ക്കുന്നത്. മേജർ ആക്സിസ് കൊണ്ടുള്ള ഒരു സർക്കിൾ. ഓക്കെ, അപ്പോൾ മേജർ ആക്സിസ് പ്രകാരമുള്ള ഒരു സർക്കിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനർ ആക്സിസ് 60 ആണ് നമ്മളെടുത്ത് തന്നുള്ളത്. അപ്പോൾ 60 ആയിക്കഴിഞ്ഞാൽ ആ 60 വരുന്ന രീതിയിൽ അപ്പോൾ 30 റേഡിയസ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിളും കൂടെ വരയ്ക്കാം. അപ്പോൾ അതാണ് നമ്മുടെ മൈനർ ആക്സിസ് ആയിട്ട് വരേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. അപ്പോൾ മേജർ ആക്സിസും മൈനർ ആക്സിസും തന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് നമ്മൾ ആദ്യം 2 സർക്കിൾസ് ആക്കി വരയ്ക്കുക. ഓക്കെ, ആ 2 സർക്കിൾ വരച്ചതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്, നമ്മൾ അതിന് ഈക്വൽ ആയിട്ട് ഒരു ഡിവിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനെ ഇപ്പോൾ 180 ഡിഗ്രി ആണ് അല്ലേ, 180 ഡിഗ്രീനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 90 60 30. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സൈഡും എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കണം. എന്നതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ഡിവൈഡ് ചെയ്ത് പ്രൊട്രാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് എന്ത് ചെയ്യാം, ഇതിനെ ലൈൻസ് ആക്കിക്കൊണ്ട് നേരെ വരച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു സർക്കിളിനെ 2 സർക്കിളിനെ എന്താക്കിണ്ട് 12 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, 0 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, അപ്പോൾ ഈ ഡിവിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ഇനി ചെയ്യേണ്ടുന്ന കാര്യം, നമ്മൾ ഈ ചെറിയ സർക്കിളിൽ നിന്നും എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. വലിയ സർക്കിളിൽ നിന്നും ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ചെയ്യാം, ആ സമയത്ത് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ് നമുക്ക് പ്യൂർലി ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ലൈൻസ് എല്ലാതും തിന്നായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ മേജർ ആക്സിസ് വരച്ചുള്ള സർക്കിളും മൈനർ ആക്സിസ് വരച്ചുള്ള സർക്കിളും നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ലൈൻ ബൈ ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ മൈനർ ആക്സിസ് ലൈനിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഈ 2 ലൈനിനെയും
നോക്കാം. ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. ഓക്കെ, ഈ മൈനർ ആക്സിസ് വരച്ചുള്ള സർക്കിളിൽ നിന്നും നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി മേജർ ആക്സിസ് ലൈൻസിൽ നിന്നും വരുന്ന വെർട്ടിക്കൽ ലൈൻസ്. അപ്പോൾ ആ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഈ 4ഉം 8ഉം വരുന്ന ഈ പോയിന്റിനെ, അല്ലെ, ഈ 4ഉം 8ഉം വരുന്ന ഈ പോയിന്റിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ 4ൽ നിന്ന് വന്ന ലൈന് ഈ 5ൽ നിന്ന് 1ലേക്ക് വന്ന ലൈനിൽ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെ. അതേപോലെ 8ൽ നിന്ന് വന്ന ലൈനും ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 7 ഈ ഒരു ലൈനിലേക്ക് വന്നിട്ടുള്ള ലൈന് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 മുകളിലുള്ള 2ഉം താഴെ കിടക്കുന്ന 10ഉം വരുന്ന ലൈൻസും എന്ത് ചെയ്യും, താഴെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 11ഉം 1ഉം വരുന്ന പോയിന്റിനെ നമ്മളൊന്ന് താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 0 കഴിഞ്ഞ് 1ൽ കിട്ടിയ പോയിന്റിനെ P1 എന്ന് പേര് കൊടുത്തു. 2ൽ നിന്ന് ഡ്രോപ്പ് ചെയ്തതിനെ P2 എന്ന് പേര് കൊടുത്തു. 3ൽ നിന്ന് വരുന്നത് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് പരിഗണിച്ചു, അപ്പോൾ അതിനെ P3 എന്ന് ഇവിടെ എടുത്തു. ദെൻ 4ൽ നിന്ന് ഡ്രോപ്പ് ചെയ്തത് P4, 5ൽ നിന്ന് ഡ്രോപ്പ് ചെയ്തത് 5 to 7 നമ്മൾ ഡ്രോപ്പ് ചെയ്തില്ല, അല്ലേ. 5 to 7 ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 to 7 നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 5ഉം 7ഉമാണ് പോയിന്റ് ഔട്ട് ചെയ്തത്. P5 എന്ന് കിട്ടി. ദെൻ 6ൽ P6 തന്നെയാണ് ഓട്ടോമാറ്റിക്കലി. 7ൽ മീറ്റ് ചെയ്തിട്ടുള്ളത് P7 ആണ്, P8 ആണ്, P9 ആണ്, 10ൽ നിന്ന് വന്ന് P10 ആണ്, 11ൽ വന്നുള്ളത് P11 ആണ്. ദെൻ 0ൽ വന്നിട്ടുള്ളത് നമ്മുടെ ആ ഫസ്റ്റ് പോയിന്റ് ആണ്. അപ്പം നമ്മൾ ഈ പോയിന്റ് ചെയ്തിട്ടുള്ള എല്ലാ ലൈനിനെയും കൂടെ ഒന്നുകിൽ ഫ്രഞ്ച് കർവോ മറ്റോ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വരയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയിട്ട് നീറ്റായിട്ട് എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്ന എലിപ്സ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഡാർക്കൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തിക്കനാക്കി വരച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി കൺസ്ട്രക്ഷൻ ലൈൻസ് എല്ലാതും തിന്നാക്കിയിട്ട് വേണം വരയ്ക്കാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ പോയിന്റ്സ് എല്ലാതും മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും മറക്കരുത്. നമ്മുടെ മേജർ ആക്സിസ് മൈനർ ആക്സിസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സർക്കിൾസ് വരച്ചത്. ആ സർക്കിള് കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊസീജിയർ ഒരിക്കൽ കൂടെ ഒന്ന് പറയുകയാണ്. മേജർ ആക്സിസിലുള്ള സർക്കിൾ ആദ്യം വരച്ചു, അല്ലെങ്കിൽ മൈനർ ആക്സിസിലുള്ള ഫിഗർ ആ ഒരു സർക്കിൾ വരച്ചു. എന്നതിന് ശേഷം അതിന് ഈക്വൽ ആയിട്ട് നമ്മൾ 30 ഡിഗ്രി വെച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ ഡിവൈഡ് ചെയ്തിരുന്നു, അല്ലെ, പ്രൊട്രാക്ടറിന്റെ ഹെൽപ്പോട് കൂടി. അങ്ങനെ ഈ സർക്കിൾസിനെ രണ്ടിനെ എന്ത് ചെയ്തായിരുന്നു, നമ്മൾ പാടെ അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈൻസിൽ നിന്നും മേജർ ആക്സിസിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്തു, അല്ലെ, താഴോട്ട് വരച്ചു ലൈൻസ്. അതേപോലെ മൈനർ ആക്സിസിൽ നിന്നും എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ ഹൊറിസോണ്ടൽ ആക്കിക്കൊണ്ടും വരച്ചു. അപ്പോൾ ഈ മേജർ ആക്സിസ് മൈനർ ആക്സിസിൽ നിന്നുള്ള പോയിന്റ്സ് മേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പോയിന്റ് ആക്കി പരിഗണിച്ചു. P1, P2, P3 എന്നുള്ള പേര് കൊടുത്ത് നമ്മൾ വരച്ചു. എന്നതിന് ശേഷം ആ പോയിന്റ്സിന് നമ്മൾ നേരെ കൈകൊണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നതിലും തടസ്സമില്ല. അതല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് പോലുള്ള കർവിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എലിപ്സ് വരച്ചെടുക്കാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളാൽ ഡയമെൻഷൻ ഒന്ന് മാറ്റിയിട്ട് അടുത്തൊരു ഫിഗർ ഒന്ന് വരച്ച് നോക്കുക. നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ എലിപ്സ് 3 മെത്തേഡോളം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എക്സെൻട്രിസിറ്റി മെത്തേഡ്, കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്, റെക്ടാങ്കുലർ മെത്തേഡ്. അപ്പോൾ ഇതിൽ കോൺസെൻട്രിക് സർക്കിളിൻ്റെ മെത്തേഡിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ കണ്ടതാണ്. അപ്പോൾ അത് കൂടാതെ നമ്മൾ എക്സെൻട്രിസിറ്റി മെത്തേഡ് വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ചോദ്യം നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഡ്രോ ആൻ എലിപ്സ് ബൈ എക്സെൻട്രിസിറ്റി മെത്തേഡ് ഗിവൺ എക്സെൻട്രിസിറ്റി ആസ് 4/7 ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ എക്സെൻട്രിസിറ്റി കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാണ്. എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 4/7 എന്നാണ്